Hi, dear students. Now, in this class, let us discuss about blood. So, this class would be divided into two halves. The first half, the first part, will be going more into the introductory part of blood. ബ്ലഡ് എന്താണ് എന്ന് മനസ്സിലാക്കാനാണ് നമ്മൾ ഫസ്റ്റ് പാർട്ട് യൂസ് ചെയ്തത്. ആൻഡ് ദ സെക്കൻഡ് പാർട്ട് we would be more interested in learning about plasma proteins. നമ്മുടെ ഫസ്റ്റ് പാർട്ടിൽ we will be discussing about plasma proteins, and in the second part we will be explaining in detail about plasma proteins, because plasma proteins remains a very important topic for you. അപ്പോൾ എന്താണ് ബ്ലഡ് എന്ന് തുടങ്ങിയിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. First we will learn what is blood. ബ്ലഡിൻ്റെ ഡിഫറെൻറ്റ് കോമ്പണൻസ് എന്തൊക്കെയാണ്. നമ്മൾ ഈ സാധാരണ ചോര എന്നൊക്കെ നമ്മൾ ചുമന്ന നിറത്തിൽ കാണുന്ന ചോര എന്ന് പറയുമ്പം വളരെ സിമ്പിളായിട്ട് ലേമാൻസ് പറഞ്ഞു പോകുന്ന സാധനം ആക്ച്വലി വളരെ വളരെ ഡീറ്റെയിലായിട്ട് പഠിക്കേണ്ട ഒരു സാധനമാണ്. വി ഹാവ് എ സ്പെഷ്യൽ ബ്രാഞ്ച് ഇൻ ഫിസിയോളജി കോൾഡ് ഹെമറ്റോളജി വിച്ച് ഡീൽസ് വിത്ത് ഓൾ ദീസ്. നമ്മൾ ഈ മെഡിസിനിൽ എത്തിക്കഴിഞ്ഞാലും ബ്ലഡിന് വളരെയധികം പ്രാധാന്യമുള്ളതാണ്. നമ്മൾ ഈ ബ്ലഡ് ഒരു അസുഖമുള്ള ആളെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് തന്നെ റൂട്ടീൻ ബ്ലഡ് എക്സാമിനേഷൻസ് ആണ്. ബ്ലഡ് അത്രയും പ്രാധാന്യമുണ്ട്. ബ്ലഡ് എടുത്ത് ടെസ്റ്റ് ചെയ്താൽ നമുക്ക് പല അസുഖങ്ങളും കണ്ടുപിടിക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് ബ്ലഡ്. അതുകൊണ്ട് തന്നെ ബ്ലഡിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ സെല്ലിനെ കുറിച്ചും അതിൽ എന്തൊക്കെ സാധനങ്ങളുണ്ട്, എന്തൊക്കെയാണ് ഓരോന്നിൻ്റെ ഫങ്ഷൻ, അത്രയും ഡീറ്റെയിൽ ആയിട്ട് ബ്ലഡ് പഠിച്ചിരിക്കണം. ഇതിൻ്റെ ലാബ് വാല്യൂസിനെ എങ്ങനെ ഇൻ്റർപ്രറ്റ് ചെയ്യും, ഇങ്ങനെയൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കേണ്ടതായിട്ട് വരുന്ന ഒരു സാധനമാണ് ബ്ലഡ്. അതുകൊണ്ട് ഫസ്റ്റ് ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് ടു യു വാട്ട് ഈസ് ബ്ലഡ്. അപ്പം അങ്ങനെ വരുമ്പം വാട്ട് ഈസ് ബ്ലഡ് ആക്ച്വലി, എന്താണ് ഈ ബ്ലഡ്? അങ്ങനെ ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ യു കെൻ സേ ദാറ്റ് ഇറ്റ്സ് എ കോംപ്ലക്സ് ഹെറ്ററോജനസ് ഫ്ലൂയിഡ് വിച്ച് ഇസ് opaque and red in color, which constitutes about 8% of the blood body weight, and it is slightly alkaline. ഒരു 7.4 pH ഉള്ള ഒരു കോംപ്ലക്സ് ഹെറ്ററോജനസ് ആയിട്ടുള്ള ഒരു ഫ്ലൂയിഡ് ആണ്, വിച്ച് ഇസ് ഒപ്പേക്ക്. ഇറ്റ്സ് നോട്ട് ട്രാൻസ്പാരൻറ്റ്, ഇറ്റ്സ് റെഡ് ഇൻ കളർ. അതിൻ്റെ മൊത്തം വെയിറ്റ് നമ്മൾ ഒരാളുടെ ബ്ലഡ് മൊത്തം എടുത്തൊരു കുപ്പിയിലാക്കി നോക്കി കഴിഞ്ഞാൽ അത് ബോഡി വെയിറ്റിൻ്റെ 8% ഉണ്ടാവും. ഇത്രയാണ് നമ്മൾ എന്താണ് ബ്ലഡ് എന്ന് ചോദിച്ചാൽ പറയേണ്ടത്. അപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ, ഓർത്തിരിക്കേണ്ടത് ഒന്ന് ഇതിൻ്റെ ഹെറ്ററോജനസ് ഫ്ലൂയിഡ് ആണ് എന്നുള്ളതാണ്. ഒരുപാട് കോമ്പണൻസ് ആർ ഇൻവോൾവ് ആൻഡ് ഇറ്റ് ഇസ് റെഡ് ഇൻ കളർ, ദാറ്റ് എവരി വൺ നോ, റൈറ്റ്? ഇറ്റ്സ് റെഡ് ഇൻ കളർ. ഇനി ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതിൻ്റെ pH വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, സ്ലൈറ്റ്ലി ആൽക്കലൈൻ. സോ ഇത്രയും കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ യു ക്യാൻ ഗോ ടു ദ നെക്സ്റ്റ് സ്ലൈഡ് വിച്ച് ഡിസ്ക്രൈബ്സ് ദ കോമ്പണൻസ് ഓഫ് ബ്ലഡ്. പെട്ടെന്ന് ബ്ലഡിനെ കുറിച്ച് നമ്മൾ യു വോണ്ട് ടു റൈറ്റ് എൻ എസ്സേ ഓൺ ബ്ലഡ്, എന്തെങ്കിലും ബ്ലഡിനെ പറ്റിയിട്ടുള്ള ഏതെങ്കിലും വിഷയത്തിലൊരു ഒരു എന്തെങ്കിലും ഒന്ന് എഴുതണം എന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ബ്ലഡിൻ്റെ കോമ്പോസിഷനെ കുറിച്ചാണെങ്കിൽ യു ക്യാൻ സ്റ്റാർട്ട് ലൈക്ക് ദിസ്. ബ്ലഡ് ഇങ്ങനെ ഒരു ഡെഫിനിഷൻ എഴുതിയിട്ട് യു ക്യാൻ സേ ദാറ്റ് ബ്ലഡ് എന്ന് പറഞ്ഞാൽ ഇതിൽ രണ്ട് ബേസിക് കോമ്പണൻസ് ആണുള്ളത്. ഒന്ന് ഫോംഡ് എലമെൻറ്റ്സ് ആണ്, വിച്ച് ആർ ബേസിക്കലി സെല്ലുകളാണ്. ഇനി ആൻഡ് അതർ കോമ്പണൻറ്റ് വിച്ച് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് വിൽ ബി ദ പ്ലാസ്മ. ഇങ്ങനെ രണ്ട് മേജർ കോമ്പണൻസ് ആണ് എന്നാണ് ബ്ലഡ് ഉണ്ടാക്കിയിട്ടുള്ളത്. അല്ലെങ്കിൽ ബ്ലഡിൻ്റെ മെയിൻ രണ്ട് സാധനങ്ങളാണ്. അതായത് ബ്ലഡ് എന്ന് പറഞ്ഞാൽ ഒരു ഫ്ലൂയിഡ് മീഡിയത്തിൽ കുറേ സെല്ലുകൾ കിടക്കുന്നു. അത് ഫ്ലൂയിഡായിട്ട് ഒഴുകുന്ന ഒരു സാധനമാണ്. അതിൽ നോക്കിക്കഴിഞ്ഞാൽ, ശ്രദ്ധിച്ച് മൈക്രോസ്കോപ്പിലൂടെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ വി ഫൈൻഡ് ആർ ലോട്ട് ഓഫ് സെൽസ് വിച്ച് ആർ കോൾഡ് ഫോംഡ് എലമെൻറ്റ്സ്. ഇത് ഇത്തരം ബേസിക് ആയിട്ടുള്ള ഈ ഡിഫറൻസ് മനസ്സിലാക്കുക. ഫോംഡ് എലമെൻറ്റ്സ് എന്ന് എന്താണെന്നും ബേസിക്കലി സെൽസ് ആണ്, ആൻഡ് പ്ലാസ്മ. ഇതിൽ തന്നെ ഏതാണ് കൂടുതൽ ബ്ലഡിലുള്ളതെന്ന് ചോദിച്ചാൽ വിച്ച് ഇസ് മോർ ഇൻ ബ്ലഡ് മീൻസ് can see the percentages slightly higher സൈഡിൽ ഫ്ലൂയിഡ് ആണുള്ളത്. ഇത് വാട്ടർ അല്ല, ഫ്ലൂയിഡ് ആണ്. ഓക്കെ, വാട്ടർ അല്ല, വെള്ളമല്ല, ഫ്ലൂയിഡ് ആണ് പ്ലാസ്മ എന്ന് പറയുന്നത്. അപ്പോൾ പ്ലാസ്മ എന്ന് പറഞ്ഞാൽ തന്നെ ഈ ഫ്ലൂയിഡിൽ എന്തൊക്കെ ഉണ്ടെന്നുള്ളതാണ് നെക്സ്റ്റ് ഡൗട്ട് നമുക്ക് വരാൻ പോകുന്നത്. എന്താണ് ഈ പ്ലാസ്മയിൽ ഈ ഫ്ലൂയിഡ്? വെള്ളം എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ സ്ലൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ പ്ലാസ്മയിലെ വെള്ളം എന്ന് പറഞ്ഞാൽ മൊത്തം പ്ലാസ്മയിലെ 91% വെള്ളം തന്നെയാണ്. പക്ഷേ വളരെ ചെറിയ ശതമാനം, ദാറ്റ്സ് 9% സോളിഡ്സ് കാണുന്നുണ്ട്. ദിസ് ഇസ് ഓൾസോ വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ബ്ലഡ്. അപ്പോൾ പ്ലാസ്മ, വാട്ട് ഇസ് പ്ലാസ്മ എന്ന് ചോദിച്ചാൽ
This is very technically very important to say that it is a straw colored fluid. ഒരു സ്ട്രോ കളർഡ് ഫ്ലൂയിഡ് ആണ്. നേരത്തെ ഡയഗ്രാം തിരിച്ചു നോക്കിയാൽ യു ക്യാൻ സീ ഇവിടെ കാണുന്ന ഈ സാധനം, ദിസ് വൺ വാട്ട് യു സീ ഹിയർ ഉണ്ടോ, ഈ സ്ട്രോ കളർഡ് ഫ്ലൂയിഡ് ഉണ്ട് പുറത്തേക്ക് തള്ളുന്ന ദിസ് വൺ, ദാറ്റ് ഈസ് നിങ്ങളുടെ പ്ലാസ്മ. ദിസ് ഈസ് യുവർ പ്ലാസ്മ, ഈ ഫ്ലൂയിഡ്. ആൻഡ് ദീസ് ആർ ആർ ബി സിസ്. ഇവിടെ കാണുന്ന റെഡ് ആർ ബി സി ആണ്. ഇവിടെ നമുക്ക് ഡബ്ല്യു ബി സിസ് കാണാൻ കഴിയും. all these things you can see here, right? WBCs, these are RBCs, all these things you can see. അപ്പം പറഞ്ഞു വന്നത്, plasma is a clear straw colored fluid and 91% of it is water. But it's important that you understand that the rest 9% are made of solids, which constitutes 1% of which is inorganic ആണ്, and 8% of it is organic. 8% ഓർഗാനിക് ആണ്, 1% is inorganic. ഈ ശതമാനം ഇമ്പോർട്ടൻ്റ് ആണെന്ന് ചോദിച്ചാൽ ഇറ്റ് വിൽ ബി ഹെൽപ്പിംഗ് യു ഇൻ എക്സാംസ്. ഫോർ ആൻ എക്സാം പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ പെട്ടെന്ന് ഒരു ചാർട്ട് വരച്ച് ഇതെല്ലാം കൂടി അങ്ങ് എഴുതുമ്പോൾ ഇറ്റ് ക്രിയേറ്റ്സ് എ ഗ്രേറ്റ് ഇംപ്രഷൻ ദാറ്റ് യു നോ എ വെരി ഗുഡ് ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദ ബ്ലഡ്. ബ്ലഡിനെ കുറിച്ചുള്ള നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് എക്സാമിനറിന് കാണിച്ചു കൊടുക്കാൻ കഴിയും വെൻ യു റൈറ്റ് ഇറ്റ് ഫോർ ആൻ എക്സാം. അപ്പം ഇത്രയും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇനി we are going to see is about this organic constituents. See here, now we are going to this 8%. 10% 8% organic ആണ്, 1% inorganic ആണ്. Now we are going to learn about this 8% organic. ഈ organic constituentsലെ 8% constitutes 8%. ആ 8% നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ആ 8%ലെ 7% മോസ്റ്റ്ലി എന്താണ്, ദേ ആർ പ്ലാസ്മ പ്രോട്ടീൻസ്. ഇതാണ് എൻ്റെ സെക്കൻഡ് ക്ലാസ്. മൈ സെക്കൻഡ് ക്ലാസ് ഈസ് അബൌട്ട് ദിസ് പ്ലാസ്മ പ്രോട്ടീൻസ്. ആ പ്ലാസ്മയിൽ കണ്ടുവരുന്ന പ്രധാനപ്പെട്ട പ്രോട്ടീനുകൾ എന്നുള്ള രീതിയിലാണ് ഇതിനെ നമ്മൾ ഇവിടെ എഴുതിക്കുന്നത്, പ്ലാസ്മ പ്രോട്ടീൻസ്. സോ ഓൾ ദോസ് പ്രോട്ടീൻസ് വിച്ച് ആർ ഫൗണ്ട് ഇൻ പ്ലാസ്മ വി കോൾ ദം പ്ലാസ്മ പ്രോട്ടീൻസ്. പിന്നെ എന്തുകൊണ്ടാണ് ഇവിടെ 3 മാത്രം എഴുതിയത്? ഈ 3 ഇതിലെ ഏറ്റവും കൂടുതൽ ആയിട്ട് ശതമാന കണക്കെടുത്തു കഴിഞ്ഞാൽ മോസ്റ്റ്ലി നിറഞ്ഞിരിക്കുന്നത് ഈ 3 ആൽബുമിൻ, ഗ്ലോബുലിൻ ആൻഡ് ഫൈബ്രിനോജൻ. ദീസ് 3 are the major plasma proteins. So you will be studying in detail about these albumin, globulin and fibrinogen, about their functions and all in the next class. So ഇതാണ് നമ്മുടെ ഒരു ഭാഗം ഓർത്തിച്ചോളൂ. And the next 1% എന്ന് പറഞ്ഞാൽ നോൺ പ്രോട്ടീൻ നൈട്രജനസ് സബ്സ്റ്റൻസസ് ആൻഡ് അതേഴ്സ്, അങ്ങനെ ഒരു സാധനമാണ്. നമ്മൾ ഓർഗാനിക്കിനെ പറ്റിയാണ് പറയുന്നത് കേട്ടോ. ഓർഗാനിക്കിലെ 7% പ്ലാസ്മ പ്രോട്ടീൻസും ബാക്കി 1% നോൺ പ്രോട്ടീൻ നൈട്രജനസ് സബ്സ്റ്റൻസസും അതർ കോമ്പണൻസും ആയിട്ട് കിടക്കുന്നു. ഓക്കെ, ഐ ഹോപ്പ് ദിസ് മച്ച് ഇസ് ക്ലിയർ ഫോർ യു. ഞാൻ ജസ്റ്റ് മൂവ് ടു എന്താണ് ഈ NPN സബ്സ്റ്റൻസസ്. നേരത്തെ പറഞ്ഞ നോൺ പ്രോട്ടീൻ നൈട്രജനസ് സബ്സ്റ്റൻസസ് ആണ് ഈ NPN സബ്സ്റ്റൻസസ്. ഈ NPN നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സാധനങ്ങൾ കാണാം. NPN ആൻഡ് അതേഴ്സ് എന്താണ്? NPN ആൻഡ് അതേഴ്സ് നേരത്തെ പറഞ്ഞത് 1% ആണ് ഈ NPN ആൻഡ് അതേഴ്സ്. സോ വാട്ട് ദിസ് സ്ലൈഡ് ഈസ് ഓൾ അബൌട്ട് ഈസ് അബൌട്ട് ദിസ് 1%. അബൌട്ട് ദിസ് 1%. ആ 1%ൻ്റെ കണക്കാണ് ഇവിടെ കാണിക്കുന്നത്, NPN ആൻഡ് അതേഴ്സ്. ഓക്കെ, അതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഓൾ ദീസ് ആർ ഇമ്പോർട്ടൻറ്റ്. യൂറിയ, യൂറിക് ആസിഡ്, ക്രിയാറ്റിനിൻ, സാന്തിൻ ആൻഡ് ഹൈപ്പോസാന്തിൻ. യു വിൽ ലേൺ അബൌട്ട് ഓൾ ദീസ് ഇൻ ഡീറ്റെയിൽ. ഇതിൻ്റെയൊക്കെ പ്രാധാന്യം എന്താണ്, ബ്ലഡിലൂടെ എന്തിനാണ് ഇത് ഒഴുകുന്നത്. യു വിൽ ലേൺ വൈ ഓൾ ദീസ് തിങ്സ് ആർ ഫ്ലോട്ടിങ് അപ്സ്ട്രീം ആൻഡ് ഡൗൺ സ്ട്രീം ഇൻ ബ്ലഡ്. ഇതിൻ്റെയൊക്കെ ഇമ്പോർട്ടൻസ് പഠിക്കും. ആൻഡ് ഓൾസോ അബൌട്ട് ദി അതർ ഓർഗാനിക് എന്ന് പറഞ്ഞ് തള്ളിക്കളയേണ്ട. ഓൾ ദീസ് ആർ is as much important as you learn NPN or അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ്. ന്യൂട്രൽ ഫാറ്റ്സ് എല്ലാം ബ്ലഡിലൂടെ ഒഴുകി നടക്കുന്ന കാണാം. ഫോസ്ഫോലിപ്പിഡ്സ് കാണാം. കൊളസ്ട്രോൾ ബ്ലഡിലൂടെ കൊളസ്ട്രോൾ ഒഴുകി നടക്കുന്ന കാണാം. യു ക്യാൻ സി ഗ്ലൂക്കോസ്, you can see hormones, enzymes, all these things
can find these all things will float. Okay, ഇനി നമ്മളിവിടെ ഇനോർഗാനിക് പറയാം. അടുത്തത് ഇനോർഗാനിക് കോൺസ്റ്റൻസ് ആണ്. ഇനോർഗാനിക് എത്ര പെർസെൻറ്റേജ് ആണ്? Let me go back to the slides and show you how much percentage was inorganic substances. ഇതിൻ്റെ മുകളിൽ നോക്കിയാൽ അറിയാം അല്ലേ? ഇനോർഗാനിക് എത്രയാണ്? 1%. So again inorganic forms the 1%. അപ്പം ഇവിടെയും തീരുമാനമായി 1% ഇനോർഗാനിക്. ഈ 1% എന്ന് പറഞ്ഞാൽ വളരെ കുറച്ചാണെങ്കിലും this is very vital for your survival. This is very vital for your survival. Body, which component of blood is important? And if you ask me, I would be so confused to say an answer because everything is equally important. Equally important ആണ് എല്ലാ കോൺസ്റ്റൻസും. ഈവൻ ഇനോർഗാനിക് ആയാലും ഓർഗാനിക് ആയാലും എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ധാരണ നിങ്ങൾ ഉണ്ടാക്കി വയ്ക്കുക. അപ്പോൾ അത് നമുക്ക് ഇനി ഫോംഡ് എലിമെൻറ്റ്സിൽ എത്തിക്കഴിഞ്ഞാൽ as I already told you, ഫോംഡ് എലിമെൻറ്റ്സിൻ്റെ ബേസിക്കലി സെൽസ് ആണ്. യു ക്യാൻ ഫൈൻഡ് RBCs, WBCs, പ്ലേറ്റ്ലെറ്റ്സ്, ഇതെല്ലാം സെൽസ് ആണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇത് കിടക്കുന്നത്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്തിട്ട് നമുക്ക് അപ്പം ഇത് എക്സാം ഫോർ ദ എക്സാം പോയിന്റ് ഓഫ് വ്യൂ നിങ്ങൾക്ക് പെട്ടെന്ന് എഴുതി തീർക്കണം. യു ഹാവ് ടു റൈറ്റ് ദിസ് ഡൗൺ ആസ് ഏർലി ആസ് പോസിബിൾ. ബിക്കോസ് ഒരു ഇൻട്രൊഡക്ടറി എന്നുള്ള രീതിയിൽ നമ്മൾ ഇത്രയും അധികം സ്ലൈഡ്സ് വെച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് ഒരുപാട് ഡീറ്റെയിൽസ് ആയിട്ട് എഴുതേണ്ട ആവശ്യമില്ല. എങ്ങനെയാണ് ഇതിൻ്റെ കോമ്പോസിഷൻ, ഹൗ ഈസ് ബ്ലഡ് കോമ്പോസ്ഡ് എന്ന് ചോദിച്ചാൽ പെട്ടെന്ന് അങ്ങോട്ട് എഴുതി കാണിക്കാൻ കഴിയണം. നമ്മൾ ബ്ലഡ് എന്ന് എഴുതി കഴിഞ്ഞാൽ ഓക്കെ, നമ്മൾ ബ്ലഡ് എന്ന് എഴുതി കഴിഞ്ഞാൽ what you can write down is like this. നമുക്ക് രണ്ട് കോമ്പോണൻസ് ഉണ്ടെന്ന് എഴുതാം. ഫോംഡ് എലിമെന്റ്സ് ഇതിൻ്റെ താഴെ എന്ത് എഴുതണം? സെൽസ് അല്ലേ? സെൽസ് ഏതൊക്കെ സെൽസ് ആണ്? നമുക്ക് RBCs ഉണ്ട്, WBCs ഉണ്ട്, ആൻഡ് വി ഹാവ് പ്ലേറ്റ്ലെറ്റ്സ്. വെരി ഗുഡ്, പ്ലേറ്റ്ലെറ്റ്സ് ഉണ്ട്. ഈ WBC എത്ര തരം WBC can see? How many different types of WBCs can you see? Yeah, you can see neutrophils, lymphocytes, then yeah, eosinophils, basophils, then we have monocytes. ഇതെല്ലാം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് WBCs ആണ്. അപ്പോൾ WBCs തന്നെ ഇത്രയും അധികം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൽസ് ആണ്. ആൻഡ് വി ക്യാൻ ഫൈൻഡ് പ്ലേറ്റ്ലെറ്റ്സ് കാണാം, RBCs. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഫോംഡ് എലമെൻറ്റ്സ് എന്ന് പറയുന്ന സെല്ലുകളായിട്ട്. നമ്മളിവിടെ കണ്ടത് എന്തായിരുന്നു? യു ക്യാൻ ജസ്റ്റ് റിവൈസ്. ദിസ് ഇസ് പ്ലാസ്മ, റൈറ്റ്? പ്ലാസ്മയിൽ നമ്മൾ എന്താണ് കണ്ടത്? യെസ്, വി ഫൗണ്ട് ദാറ്റ് in plasma we have 91% which is your water, and then we found that rest 9% is solid ആയിട്ടുള്ള സാധനങ്ങൾ. അതായത് നമ്മുടെ വെള്ളമല്ലാത്തതെല്ലാം സോളിഡ്സ് ആയിട്ട് കണ്ടു. ഈ സോളിഡ്സ് നമ്മൾ എന്തൊക്കെ കണ്ടു? We found that there are organic constituents കണ്ടു, ഇനോർഗാനിക് കണ്ടു. എത്രയായിരുന്നു ഇനോർഗാനിക്? 1% അല്ലേ? ഓർഗാനിക് എത്രയായിരുന്നു? ഓർഗാനിക് 8% അല്ലേ? 8%. അപ്പോൾ 9% പ്ലാസ്മയിൽ കണ്ട സോളിഡ്സിൽ 8% ഓർഗാനിക് ആണ്, 1% ഇനോർഗാനിക് ആണ്. Now of this 8%, you can find 7% എന്തായിരുന്നു? Plasma proteins. ഏതൊക്കെയാണ് പ്ലാസ്മ പ്രോട്ടീൻസ്? ആൽബുമിൻ, ഗ്ലോബുലിൻ ആൻഡ് ഫൈബ്രിനോജൻ. മെയിൻ ആയിട്ടുള്ള സാധനങ്ങൾ മൂന്നാണ്. ഓക്കെ, ആൻഡ് ഇപ്പോൾ സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ what you find is 1%. അല്ലേ? 1% എന്തായിരുന്നു? റിമൈനിങ് 1%. എന്തിനാണ് ഞാൻ എഴുതി കാണിച്ചതെന്ന് ചോദിച്ചാൽ, ദിസ് ഇസ് ദ വേ ബൈ വിച്ച് യു ഹാവ് ടു റൈറ്റ് ഫോർ ആൻ എക്സാം. ഇങ്ങനെ നമ്മളിപ്പോൾ ഇത്രയും സ്ലൈഡ്സ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട,
ഇത് ജസ്റ്റ് നിങ്ങൾ സ്റ്റാർട്ടിംഗ് ഒന്ന് എഴുതി കഴിഞ്ഞാൽ it becomes a very good introduction for your answer, especially for postgraduates who write an exam which is like 20 marks. 20 മാർക്സിൻ്റെ ഒരു എസ്സേ എഴുതുമ്പോൾ തുടക്കത്തിൽ ഇതുപോലൊരു സാധനം വരച്ചു വെച്ച് കഴിഞ്ഞാൽ then it's very easy to proceed. Don't have to write too much and it saves time. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാൻ കഴിയണം. And when you write, when you learn also, try to write in this format so that this is a type of mind mapping. ഒരു മൈൻഡ് മാപ്പിംഗ് എന്ന് പറയുന്ന ഒരു രീതിയാണ്. ഇങ്ങനെ എഴുതി പഠിച്ചാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പമുണ്ടാവും. നിങ്ങൾ നോട്ട്സ് എല്ലാം ഈ ഫോർമാറ്റിൽ എഴുതി കഴിഞ്ഞാൽ കുറച്ചുകൂടി എളുപ്പമുണ്ടാവും. സോ ഐ ഓൾവേസ് റെക്കമെൻഡ് മൈ സ്റ്റുഡൻസ് ടു റൈറ്റ് ദെയർ നോട്ട്സ് ഇൻ ദിസ് ഫോർമാറ്റ് വെൻ ഐ ടീച്ച്. Or I also make such formats for my students and give them. അപ്പോൾ അതുപോലെ നിങ്ങൾക്കും തരാം. So this is just an example to show you how we can revise all these things very quickly. ഇത് ഓർത്ത് വെച്ചാൽ മതി. So being said that, when that തീർന്നില്ല അല്ലേ, ലാസ്റ്റ്ലി ഇതെന്തായിരുന്നു, ഈ ലാസ്റ്റ് 1% എന്തായിരുന്നു, ഈ 7% ബാക്കി എന്തായിരുന്നു? What is that 1%? Yes, non-nitrogenous, അല്ലേ, non-protein nitrogenous substances അല്ലേ, that is non-nitrogenous substances. Here non-NPN substances and others, right? ഈ ഇതിലാണ് യൂറിയ, യൂറിക് ആസിഡ്, all this comes, യൂറിയ, യൂറിക് ആസിഡ് എല്ലാം ഇവിടെ വരും, ക്രിയാറ്റിൻ എല്ലാം ഇവിടെ വരും. ഇതിൽ നമുക്ക് എന്തൊക്കെ വരും? കൊളസ്ട്രോൾ വരും അല്ലേ, കൊളസ്ട്രോൾ വരും. പിന്നെ എന്തൊക്കെ വരും? ഗ്ലൂക്കോസ് അല്ലേ, എൻസൈംസ്. All this will come in this way. So this is just to show you the format of writing. അത്രേ ഉദ്ദേശിച്ചുള്ളൂ. And that finishes your constituents of your blood. നിങ്ങളുടെ ബ്ലഡിലെ കോൺസ്റ്റിറ്റ്യുവൻസ് പഠിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാനത് തുടങ്ങിയത്. അത് കഴിഞ്ഞു. So we have finished learning the composition of blood. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫങ്ഷൻസ് ഓഫ് ബ്ലഡ് ആണ്. ഈ ഫങ്ഷൻസ് ഓഫ് ബ്ലഡ് നമ്മൾ സാധാരണഗതിയിൽ ഒരു ഇൻട്രൊഡക്ഷൻ ലെവലിൽ പറയുന്നേ ഉള്ളൂ. ഇതെല്ലാം ഡീറ്റെയിലിംഗ് ആവശ്യമുള്ളതാണ്. ഇറ്റ് റിക്വയർസ് ഹൈ ഡീറ്റെയിലിംഗ്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്കിത് ഓരോന്നോരോന്നായി പഠിക്കാം, ഓരോന്നോരോന്നായി പഠിച്ചു വരണം. അപ്പോൾ ഇത് പെട്ടെന്ന് നിങ്ങളെ എക്സാം, ഇഫ് സപ്പോസ് ഇറ്റ്സ് ആസ്ക് ഫോർ യുവർ എക്സാംസ്, ഹൗ വിൽ യു സഡൻലി റൈറ്റ് ഓർ ഹൗ വിൽ യു റിമെമ്പർ ഓൾ ദീസ് തിങ്സ്? വളരെ സിമ്പിളായിട്ട് നമുക്ക് റിമെമ്പർ ചെയ്യാം. ആ ഓർഡർ തന്നെയാണ് എഴുതിയിട്ടുള്ളത്. So we have an H, like H stands for homeostatic functions and hormone transport. O stands for osmotic pressure, so regulation of osmotic pressure. R for respiratory function and regulation of body temperature. And N for nutritive functions, E for excretory functions, and D for defense mechanism. You can remember this in this format. ഈ രീതിയിൽ ഓർത്ത് വെച്ചാൽ മതി. So that is your functions of your blood. എന്താണെന്ന് വെച്ചാൽ ഓരോന്നെടുത്ത് ഡീറ്റെയിൽ ചെയ്യണമെങ്കിൽ ചെയ്യാം. I don't think that is so much required. പക്ഷെ പെട്ടെന്നൊന്ന് പറഞ്ഞുതരാം. Homeostatic functions. Homeostatic functions. എൻ്റെ ഫസ്റ്റ് ക്ലാസ് was about homeostasis, right? In homeostasis I was explaining how the normal functioning of the system or the normal things in the system are maintained in normal range. അതിന് ബ്ലഡ് എങ്ങനെയാണ് ഫങ്ഷൻ ആവുന്നത്? അതിന് നമുക്ക് ക്ലബ് ചെയ്ത് പറയാൻ കഴിയുന്ന ബോഡി ടെമ്പറേച്ചറാണ്. ഈ ടെമ്പറേച്ചർ എന്ന് പറയുന്നതിനെ റെഗുലേറ്റ് ചെയ്യാൻ ബ്ലഡിലൂടെ തന്നെ ടെമ്പറേച്ചറിനെ പുറത്തെത്തിക്കാൻ ശ്രമിക്കും ബൈ റേഡിയേഷൻ. ശരിക്കും ആ ഹോമിയോസ്റ്റാസിസ് എന്ന് പറയുമ്പോൾ ഒരു വളരെ വിപുലമായിട്ടുള്ള ഒരു മെക്കാനിസമാണ് ഞാൻ ഓൾറെഡി സെഡ്. അപ്പോൾ അതിൽ തന്നെ നമുക്കിപ്പം വി ഹാവ് ഹൈപ്പോതലാമസ് കമ്മിങ് ഇൻ. ഈ ഹൈപ്പോതലാമസിൻ്റെ എല്ലാം ഫങ്ഷൻ, ഹൗ ഹോമിയോസ്റ്റാസിസ് മെയിൻറ്റെയിൻഡ് നമ്മൾ പഠിക്കും. ഹോർമോൺസ് ആൻഡ് എൻസൈംസ് പഠിക്കുമ്പോൾ. ആൻഡ് വി ഹാവ് ഓൾറെഡി ലേൺഡ് ദാറ്റ് ഹോർമോൺസ് ആൻഡ് എൻസൈംസ് ഫോം എ ഇമ്പോർട്ടൻറ്റ് കോമ്പോണൻറ്റ് ഓഫ് ബ്ലഡ്. അപ്പോൾ തന്നെ വി നോ ദാറ്റ് ഇറ്റ് ഇസ് ഇൻവോൾവ് ഇൻ ഹോമിയോസ്റ്റാസിസ്. ഈ രീതിയിൽ എല്ലാ ഹോമിയോസ്റ്റാസിൻ്റെ എല്ലാ പാർട്ടിലും വി വിൽ ഫൈൻഡ് ദാറ്റ്
there is involvement of blood. ഈ ബ്ലഡ് ഇല്ലാതെ ഒന്നുമില്ല. കാരണം ബ്ലഡ് എന്ന് പറഞ്ഞ ഒരു ഈ സർക്കുലേറ്ററി സിസ്റ്റം എന്ന് പറഞ്ഞത് ബോഡിയിലെ എല്ലാ ഭാഗത്തും ഇറ്റ് ഗോസ് ടു എവ്രി നുക്ക് ആൻഡ് കോർണർ ഓഫ് ദ ബോഡി. എല്ലാ സെൽസിലേക്കും ഓക്സിജൻ സപ്ലൈ ചെയ്യുന്നുണ്ടല്ലോ. അപ്പം അങ്ങനെ വരുമ്പം എല്ലാ ഭാഗത്തേക്ക് എത്തുന്നത് കൊണ്ട് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതില്ലാതൊരു സാധനം ബോഡിയിൽ ഫങ്ഷൻ ചെയ്യില്ല. ആൻഡ് എവ്രിതിങ് ഈ ഇൻട്രാവാസ്കുലർ കമ്പോണൻറ്റിലാണ് എല്ലാത്തിനെയും റെഗുലേറ്റ് ചെയ്യാനുള്ള ടൂൾസ് ഉള്ളത്. അതിനാണ് ഞാൻ കോമ്പോസിഷൻ പഠിപ്പിച്ചത്. ഈ കോമ്പോസിഷൻ പറഞ്ഞപ്പം അതിലുള്ള ഓരോ കോമ്പണൻറ്റും നമുക്ക് ഭാവിയിൽ വിശദമായി പഠിക്കാനുള്ളതാണ്. അത് ഓരോന്നും പഠിക്കുമ്പോഴേ നമുക്ക് ഈ ബ്ലഡ് എന്ന് പറയുന്നതിൻ്റെ ഫങ്ഷൻസ് ക്ലിയർ ആയിട്ട് മനസ്സിലാവുള്ളൂ. ഇപ്പോൾ നമ്മൾ വെറുതെ പറഞ്ഞു പോയാലും അതിൻ്റെതായ ഇൻഡെപ്തിൽ മനസ്സിലാവണമെങ്കിൽ വി ഹാവ് ടു ലേൺ ദ ഹോൾ ബ്ലഡ് ഇൻ ഡീറ്റെയിൽ. ബ്ലഡിൻ്റെ ഓരോ, അതായത് we have to learn RBC in detail, which is a very big topic by itself. We have to learn WBCs in detail. We will learn platelets in detail. അപ്പോൾ അതിൻ്റെയൊക്കെ ഓരോന്നിൻ്റെ മെക്കാനിസംസ് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോഴാണ് നമുക്ക് ബ്ലഡ് എന്താണ് എന്നുള്ളത് ഒന്നാണ് തിരിയുന്നത്. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് എന്തായിരുന്നു ഇതെല്ലാം. ഇപ്പോൾ ജസ്റ്റ് ഇതൊന്ന് ഓർത്ത് വെച്ചാൽ മതി. ഇതെല്ലാം നമ്മൾ പഠിക്കും. ഓസ്മോട്ടിക് പ്രഷർ, എങ്ങനെയാണ് ഓസ്മോട്ടിക് പ്രഷറിനെ റെഗുലേറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് റെസ്പിറേഷനിൽ എന്താണ് ഫങ്ഷൻ, എല്ലാം അറിയാം അല്ലേ. ഓക്സിജനൊക്കെ ട്രാൻസ്പോർട്ടേഷൻ പഠിക്കുമ്പോൾ മനസ്സിലാവും റെസ്പിറേറ്ററി ഫങ്ഷൻ, ബ്ലഡിന് എന്താണ് റോളെന്ന്. ഹൈപ്പോതലാമസിൻ്റെ ടെമ്പറേച്ചർ റെഗുലേഷൻ പഠിക്കുമ്പോൾ വി വിൽ ലേൺ അബൌട്ട് റെഗുലേഷൻ ബോഡി ടെമ്പറേച്ചർ. ന്യൂട്രിറ്റീവ് ഫങ്ഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഗ്ലൂക്കോസ് ഒക്കെ വെറുതെ അല്ല ബ്ലഡിലൂടെ പോകുന്നത്. എല്ലാ കോമ്പോണൻസ് വിച്ച് ആർ എവറിത്തിങ് വിച്ച് ഈസ് എസെൻഷ്യൽ ഫോർ ദ സെൽസ് ആർ ട്രാൻസ്പോർട്ടഡ് ത്രൂ ദ ബ്ലഡ്. ഒരുപാട് സാധനങ്ങൾ ബ്ലഡിലൂടെ ത്രൂ കാരിയേഴ്സ് ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ പഠിക്കും. എക്സ്ക്രീറ്ററി ഫങ്ഷൻസ്, നമ്മൾ യൂറിക് ആസിഡ് എന്ന് പറഞ്ഞ സാധനങ്ങളൊക്കെ പറഞ്ഞു. ഇതെല്ലാം എക്സ്ക്രീറ്ററി ആയിട്ട് വരുന്ന സാധനങ്ങളാണ്. ഇതെല്ലാം എക്സ്ക്രീഷന് വേണ്ടി കിഡ്നിയിലേക്ക് പോകുന്നത് ബ്ലഡിലൂടെയാണ്. അപ്പോൾ നമ്മൾ ബ്ലഡിൻ്റെ കോമ്പോസിഷൻ ശരിക്കും ശ്രദ്ധിച്ചാൽ തന്നെ എല്ലാ ഫങ്ഷൻസും അതിലുണ്ട്. ഡിഫെൻസ്, ഞാൻ പറഞ്ഞു ഡിഫെൻസ് ഫങ്ഷൻ എടുത്തു പറയുമ്പം ഡിഫെൻസ് ഫങ്ഷൻ പറയുന്ന സമയത്ത് നമ്മുടെ WBC ഓർത്താൽ മതി. WBCയിലെ ലിംഫോസൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ഡിഫെൻസ് ആണ്, ബോഡി ഡിഫെൻസ് ആണ്, ഇമ്മ്യൂൺ സിസ്റ്റമാണ്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ഓരോന്നും പഠിക്കുമ്പം അതിൻ്റെ എല്ലാം ഡീറ്റെയിലിംഗ് നമ്മൾ പഠിച്ചു കഴിയുമ്പോഴാണ് വി കം ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഫങ്ഷൻസ് ഓഫ് ബ്ലഡ് ഇൻ ഡീറ്റെയിൽ. അപ്പോൾ ഇതൊരു ഇൻട്രൊഡക്ടറി ക്ലാസ് ആയതുകൊണ്ട് ഇറ്റ്സ് ബിയോണ്ട് ദ സ്കോപ്പ് ഓഫ് ദിസ് ക്ലാസ് ടു ഡിസ്ക്രൈബ് എവറി ടോപ്പിക് in detail. It's not possible. Okay, so being said that, let's go to the next slide, which is about the properties of blood. ഈ ബ്ലഡിന് ചില പ്രോപ്പർട്ടീസ് ഉണ്ട്. ഈ ബ്ലഡിൻ്റെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ these are the headings given. ഫസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അപ്പിയറൻസ് ആണ്. ഈ അപ്പിയറൻസ് ഓഫ് ബ്ലഡ് ഒരു സാധാരണ ഒരു ഫ്ലൂയിഡ് പോലെയല്ല ബ്ലഡ്. അതിൻ്റെ അപ്പിയറൻസ് കൊണ്ട് അത് വ്യത്യസ്തമാണ്. വാട്ട് ഈസ് ദ അപ്പിയറൻസ് ഓഫ് ബ്ലഡ് എന്ന് വെച്ചാൽ ആർട്ടീരിയൽ ബ്ലഡ്, ശുദ്ധരക്തം ഓടുന്നതിനാണ് ആർട്ടീരിയൽ എന്ന് പറയുന്നത്. ആർട്ടീരിയൽ ബ്ലഡ് ഈസ് ബ്രൈറ്റ് റെഡ്. ദിസ് വെരി ഇമ്പോർട്ടൻറ്റ്, ഓർത്ത് വെച്ചോളൂ കേട്ടോ. ബ്രൈറ്റ് റെഡ് ഇൻ കളർ. ആർട്ടീരിയൽ ബ്ലഡ് ഈസ് ബ്രൈറ്റ് റെഡ് ഇൻ കളർ ആൻഡ് വീനസ് ബ്ലഡ് ഈസ് പേർപ്പിൾ റെഡ് ഇൻ കളർ. അതിൻ്റെ കാരണം എന്താണെന്നുള്ളതും ലേൺ ആസ് യു പ്രൊസീഡ് ത്രൂ ദ ബ്ലഡ്. യു ലേൺ വൈ this is bright red, this is purple red in color. Second property like എത്തിക്കഴിഞ്ഞാൽ what you see is about the serum. ഇതെന്താണ് ഈ serum? What is this serum? നമ്മൾ എവിടെയോ മിസ്സായോ? serum മിസ്സായോ? Yeah, let's go and see where the serum is. Okay, let me explain what is serum. നമ്മൾ നേരത്തെ ഒരു സാധനം ഇവിടെ വരച്ചുണ്ടാക്കി അല്ലേ? നമ്മൾ ഇങ്ങനെ ഒരു സാധനം വരച്ചതിൽ എവിടെയാണ് ഈ serum കിടക്കുന്നത്? Serum എന്ന് പറഞ്ഞാൽ it's nothing but when the plasma is devoid of all the substances, protein ആയിട്ടുള്ള സബ്സ്റ്റൻസസിനെ നമ്മൾ പ്ലാസ്മയിൽ നിന്ന് എടുത്തു കളഞ്ഞാൽ, if you remove everything out of plasma, എവറിത്തിങ് എന്ന് പറഞ്ഞാൽ പ്രോട്ടീനേഷ്യസ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് നമ്മൾ മാറ്റി നമ്മൾ അതിൽ നിന്ന് പ്രോട്ടീനെ മാറ്റിയെടുക്കുന്നു. അതിൽ ഉൾപ്പെടുന്ന, അതായത് ഇതിൽ ഉൾപ്പെടുന്ന കാരണം എന്ന് പറഞ്ഞാൽ ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് ആണ്. ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ്
ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ്. ഈ സാധനത്തെ ഇതിന്ന് എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ ബാക്കി ഉണ്ടാവുന്ന സാധനങ്ങൾ അതിനെയാണ് നമ്മൾ സീറം എന്ന് പറയുന്നത്. ഈ സീറം എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുക എന്ന് ചോദിച്ചാൽ ഇങ്ങനെ മനസ്സിലാക്കാം. അതായത് നമ്മൾ ഒരാളുടെ വി ടേക്ക് എ ബ്ലഡ് ഓഫ് എ പേഴ്സൺ, വി ടേക്ക് ഓഫ് ദ പ്ലാസ്മ. ഈ പ്ലാസ്മ എങ്ങനെ എടുക്കാന്ന് ചോദിച്ചാൽ എല്ലാ സെൽസും വി സെൻട്രിഫ്യൂഗ് ദ ബ്ലഡ്. If we rotate the blood in high speed, we will see that the plasma will separate from the cells. You can see that there is a separation. Here it will separate. The formed elements will be on the bottom because അതിന് വെയിറ്റ് ഉള്ള സാധനമാണ് അല്ലേ, ഗ്രാവിറ്റി കാരണം അത് താഴും. ഏറ്റവും താഴെ we will see that there is RBCs. അതിൻ്റെ മുകളിൽ on top of RBCs, so RBCs on top we will see WBCs, and on top of that you will see plasma as a straw colored fluid. With a straw color or plasma you can see plasma on the top. അങ്ങനെ നമ്മൾ പ്ലാസ്മ കാണുമ്പോൾ the plasma is on the top, right? We take out this plasma, and if you remove the clotting factors, all the clotting factors in the plasma എന്ന് പറഞ്ഞാൽ ഈ ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് നമ്മൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി കാണുന്നതിനെയാണ് നമ്മൾ സീറം എന്ന് പറയുന്നത്. സീറം വിച്ച് റിമൈൻസ്, ദാറ്റ് ഈസ് സീറം. അതിനെയാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നൗ വി ആർ അഗൈൻ കമ്മിങ് ബാക്ക് ആൻഡ് ഡിസ്കസിങ് അബൌട്ട് സീറം. സീറം ലാക്സ് ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ്. ഈ സീറം പ്രോപ്പർട്ടീസ് ഓഫ് ബ്ലഡിലെ ഒരു പ്രധാനപ്പെട്ട സാധനമാണ് ഈ സീറം. ഈ സീറം എന്ന് പറഞ്ഞാൽ ബ്ലഡിലുള്ള ഒരു കോമ്പണൻ്റ് ആണ്, വിച്ച് ഈസ് എ കോമ്പണൻ്റ് ഓഫ് പ്ലാസ്മ വിച്ച് ഈസ് ഡിവോയ്ഡ് ഓഫ് ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ്. സോ ഇറ്റ് ലാക്സ് ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ്. ഏതൊക്കെ ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് ആണ്? 1, 2, 5 and 8. It has high serotonin content. ഇതിനെയാണ് നമ്മൾ സീറം എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് അനദർ പ്രോപ്പർട്ടി. ഇതൊന്നും നിങ്ങൾ അത്ര ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണം എന്ന നിർബന്ധമില്ലാത്ത ടോപ്പിക്സ് ആണ്. ഇതിൻ്റെയൊക്കെ ഹെഡിങ് ഓർത്ത് വയ്ക്കുക. ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട പോയിന്റുകൾ ഒന്ന് ഓർത്ത് വയ്ക്കാൻ മതി. നൗ കമ്മിങ് ടു ദ സ്പെസിഫിക് ഗ്രാവിറ്റി വിച്ച് ഈസ് ഓൾസോ an important പ്രോപ്പർട്ടി ഓഫ് ബ്ലഡ്. എന്താണ് ഈ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് ചോദിച്ചാൽ അത് ഇറ്റ്സ് ദ വെയിറ്റ് ഓഫ് ബ്ലഡ് ടു an equal volume of water. അത് നിങ്ങളൊരു 5 കിലോ ഒരു 5 ഗ്രാം ബ്ലഡ് എടുക്കുക, ഒരു 5 ml ബ്ലഡ് എടുക്കുന്നു, 5 ml വാട്ടർ എടുക്കുന്നു, എന്നിട്ട് ബ്ലഡിൻ്റെ വെയിറ്റ് ഓഫ് 5 ml ബ്ലഡ് എടുത്ത് അതിനെ വാട്ടറിനകത്ത് കമ്പയർ ചെയ്യുക. So that is what you mean by specific gravity. And that should be done in 4 degrees Celsius. അതിനെയാണ് നമ്മൾ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത്. ഈ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്ന സാധനം നമ്മൾ ഇനി ഭാവിയിൽ ഈ സ്പെസിഫിക് ഗ്രാവിറ്റി നമ്മൾ പല ലാബ് ഇൻവെസ്റ്റിഗേഷൻ ഫൈൻഡിങ്സിനും കാണും. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഈ ബ്ലഡിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി മാറുന്നത് എന്തുകൊണ്ടാണെന്നൊക്കെ നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്യും. ജസ്റ്റ് ടു ഗിവ് യു an overview, this is the method that is used to find out specific gravity. ഈ മെത്തേഡ് പോസ്റ്റ് ഗ്രാജുവേറ്റ്സിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് പഠിച്ചു വെക്കണം. ഈ ഫിലിപ്സ് ആൻഡ് വാൻ ക്ലീസ് മെത്തേഡ്, ഇത് നമ്മൾ കോപ്പർ സൾഫേറ്റിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി ഉപയോഗിച്ച് വി ആർ ആക്ച്വലി മെഷറിങ് ദ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ബ്ലഡ്. ഇതാണ് ഈ മെത്തേഡ്. ഈ മെത്തേഡ് പോസ്റ്റ് ഗ്രാജുവേറ്റ്സ് വളരെ വിശദമായിട്ട് വായിക്കേണ്ടതാണ്. അപ്പോൾ അണ്ടർ ഗ്രാജുവേറ്റ് ലെവൽ ദിസ് ഇസ് നോട്ട് റിക്വയർഡ് because that will deviate you from all this important things going on. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഹോൾ ബ്ലഡിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി ഇസ് ദിസ്. നിങ്ങൾ ഓർത്ത് വെച്ചോളൂ. സെൽസിന് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി ഇതാണ്, പ്ലാസ്മയുടെ സ്പെസിഫിക് ഗ്രാവിറ്റി വ്യത്യാസമുണ്ട്. ഇതിൽ what we find is whole blood specific gravity 1.050 to 1.060 ആണെന്നുള്ളതാണ്. അത് ഓർത്ത് വെച്ചോളൂ. Specific gravity increase in the conditions. Which are the conditions where specific gravity is increased and which are those conditions where it is decreased? And it all depends on how much weight the blood will carry. From polycythemia എന്നൊരു condition, ഇവിടെ there will be definitely increase in your specific gravity. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ polycythemia means
ഇത് RBCസിൻ്റെ എണ്ണം കൂടുന്ന കണ്ടീഷനാണ്. ഇതുപോലെ ലുക്കീമിയ എന്ന് പറഞ്ഞാൽ WBCസിൻ്റെ എണ്ണം അനിയന്ത്രിതമായി കൂടുന്ന കണ്ടീഷനാണ്, WBCസിൻ്റെ എണ്ണം. ഇങ്ങനെയുള്ള ഒരുപാട്, ഇത് മൾട്ടിപ്പിൾ മൈലോമ, ദിസ് ഈസ് അനദർ കണ്ടീഷൻ. ഇതുപോലുള്ള കണ്ടീഷൻസ് ഇതെല്ലാം നിങ്ങളുടെ വിശദമായിട്ട് പഠിക്കും. when you start learning about RBCs, you will learn about polycythemia in detail. When you learn WBCs, you will learn leukemia in detail. In practical classes you will be discussing about all these things. ഇതിലെല്ലാം കാണുന്നത് ഇൻക്രീസ് ഇൻ നമ്പർ ഓഫ് സെൽസ് ആണ്, അത് ഓർത്ത് വയ്ക്കുക. അതുകൊണ്ട് തന്നെയാണ് there is increase. അപ്പോൾ നമ്പർ ഓഫ് സെൽസ് ഇൻക്രീസ് ചെയ്യുന്നു. ഇവിടെ അനീമിയ എന്ന് പറഞ്ഞാൽ എന്താ, RBCസിൻ്റെ കൗണ്ട് കുറയുന്നതിനാണ് അനീമിയ, ഡിക്രീസ്ഡ് RBCs. അപ്പോൾ അങ്ങനെ വരുമ്പോഴും ഡിക്രീസ് കൗണ്ട് വരുമ്പോൾ സ്പെസിഫിക് ഗ്രാവിറ്റി കുറയും. ഹൈപ്പോപ്രോട്ടീനീമിയ എന്താണെന്ന് ചോദിച്ചാൽ പ്ലാസ്മയിലെ പ്രോട്ടീൻസിൻ്റെ എമൗണ്ട് കുറയും, ഡിക്രീസ് ഇൻ പ്ലാസ്മ പ്രോട്ടീൻസ്. ഈ പ്ലാസ്മ പ്രോട്ടീൻസും നമ്മളെ സ്പെസിഫിക് ഗ്രാവിറ്റിയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, ബിക്കോസ് ഇറ്റ്സ് ഓൾസോ ക്യാരീസ് വെയിറ്റ്, റൈറ്റ്, മാസ് ഉണ്ട്. അതുകൊണ്ട് വെൻ പ്ലാസ്മ പ്രോട്ടീൻസിൻ്റെ കോൺസെൻട്രേഷൻ കുറയുന്ന സമയത്ത് ദർ വിൽ ബി ഡിക്രീസ് ഇൻ നിങ്ങളെ specific gravity. It's beyond the scope of my class to discuss about anemia and hyperproteinemia in detail. The introductory class ആയതുകൊണ്ടുള്ള പ്രോബ്ലം ആണ്. So I can't go in detail in all these things, okay? Coming to next property, which is viscosity. Viscosity എന്താണെന്ന് ചോദിച്ചാൽ നമുക്കെല്ലാം അറിയുന്ന കാര്യമാണ്. നമ്മൾ ഹണി എപ്പോഴും പറയുന്ന എക്സാമ്പിളാണ് ഹണി ആൻഡ് വാട്ടർ. ഹണി ഈസ് മോർ വിസ്കസ് എന്ന് പറയും. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ അഡ്ജസ്റ്റൻ്റ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഒരു മീഡിയത്തിലെ അഡ്ജസ്റ്റൻ്റ് പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഒരു ഇൻറ്ററാക്ഷൻ കൊണ്ടുണ്ടാകുന്ന ഒരു പ്രതിഭാസത്തെയാണ് നമ്മൾ വിസ്കോസിറ്റി എന്ന് പറയുന്നത്. ഈ വിസ്കോസിറ്റി ബ്ലഡിൽ കാണാൻ കഴിയും, ബിക്കോസ് ബ്ലഡിൽ നമുക്ക് ഫോംഡ് എലിമെൻറ്റ്സ് ഉണ്ട്, പ്രോട്ടീൻ സബ്സ്റ്റൻസസ് ഉണ്ട്. ഇതെല്ലാം തന്നെയാണ് വിസ്കോസിറ്റിക്ക് കാരണമാകുന്നത്. And the important thing that you should note here is that the venous blood is more viscous than your arterial blood. Just try to find out the answer for this question. Yes, I can give you as an assignment. എന്തുകൊണ്ടാണ് venous blood is more viscous than arterial blood? Just find out this, okay? The assignment for this class is to find out why venous blood has more viscosity than arterial blood. This is your assignment, okay? Yes. Coming to ഇതുപോലത്തെ increase in viscosity, decrease in viscosity. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ increase in number of cells അതുപോലെ പ്രോട്ടീൻസ്, ഇത് രണ്ടുമാണ് വിസ്കോസിറ്റിയെ നിയന്ത്രിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്പർ ഓഫ് സെൽസ് കൂടുന്ന കണ്ടീഷൻസ് ലൈക്ക് പോളിസൈത്തീമിയ, സെൽസിൻ്റെ നമ്പർ കൂടുന്നു, ലുക്കീമിയ, സെൽസിൻ്റെ ഷേപ്പിൽ മാറ്റം വരുന്നു, സ്പിറോസൈറ്റോസിസ്. The RBCs are normally biconcave dish shape. Now here it becomes a small spherical shape. ഇതിനെയാണ് സ്പിറോസൈറ്റോസിസ്. You will learn about this in detail. Don't be ഡെസ്ക് പഠിക്കണ്ട. കാരണം എന്ത് പറയുമ്പോഴും ഇയാൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം പിന്നെ പഠിക്കും. എപ്പോഴത് പേടിക്കണ്ട, ഒരുപാട് പഠിക്കാനുണ്ടാവും. ഇതെല്ലാം പഠിച്ച് തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുമ്പോൾ മനസ്സിലാവും ഒരുപാട് പഠിക്കാനുണ്ടാവും. അപ്പോൾ ഇതും അവിടെ നമ്മൾ പഠിക്കും. നമ്മൾ RBC പഠിക്കുമ്പം എന്താണ് ഈ HS, ഹെറിഡിറ്ററി സ്പിറോസൈറ്റോസിസ് എന്ന് പറഞ്ഞാൽ പഠിക്കും. അപ്പോൾ അവിടെയും നമ്മൾ കാണുന്ന ഷേപ്പ് മാറുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ സർഫസ് കോൺടാക്റ്റ് കൂടുകയാണ് വിത്ത് അഡ്ജസ്റ്റൻറ്റ് സെൽ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് വിസ്കോസിറ്റി കൂടുന്നത്, അങ്ങനെ ഇവിടെ കാണുന്നത്. ദെൻ ദ നെക്സ്റ്റ് വൺ ഈസ് മാക്രോസൈറ്റോസിസ്. സെൽസിൻ്റെ സൈസ് കൂടുമ്പോൾ മാസ് കൂടുന്നു, അതും വിസ്കോസിറ്റിയെ ബാധിക്കുന്നു. ഇങ്ങനെ എല്ലാം നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എല്ലാത്തിനും റീസൺ കണ്ടുപിടിക്കാൻ കഴിയും. ജസ്റ്റ് ഗോ ത്രൂ ആൻഡ് ഫൈൻഡ് ഔട്ട് റീസൺസ് ഫോർ ഓൾ ദീസ്. ഡിക്രീസ് ഉണ്ടാവുന്നതും ഇതുപോലെ തന്നെ സെയിം. ഐ ഡോണ്ട് ഹാവ് വോണ്ട് ടു റിപ്പീറ്റ് ഓൾ ദീസ്. ഇതിൻ്റെ നേരെ വൈസ് വേഴ്സ ചെയ്യണം. ഇതാണ് വിസ്കോസിറ്റി. അപ്പം ദിസ് ഇസ് ഹൗ you learn about the different or these are the different properties of blood. ഇതൊന്നും അങ്ങനെ വളരെ കാര്യമായിട്ട് ചോദിക്കാൻ സാധ്യതയില്ല, കാരണം ഇതിനെക്കാട്ടൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ ഇനി വരുന്നുണ്ട്. ഇതൊരു ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ ആയിട്ട് കണ്ടാൽ മതി. ഇതിൽ പ്രധാനപ്പെട്ട ഓർത്ത് വെക്കേണ്ട ഭാഗം എന്ന് പറഞ്ഞാൽ, ഏറ്റവും പ്രധാനപ്പെട്ട ഓർത്ത് വെക്കുന്ന ഭാഗം ഞാൻ നേരത്തെ തന്നിട്ടുള്ള, നിങ്ങൾക്ക് എഴുതി തന്ന ആ ഡയഗ്രമാണ്. ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ജസ്റ്റ് ഗോ ത്രൂ ദിസ്. It's very important. ഒന്നുകൂടി പറഞ്ഞു നിർത്താം. We have a blood, right?
നമുക്ക് ബ്ലഡ് എന്ന് പറഞ്ഞ സാധനത്തിനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഫോംഡ് എലമെൻറ്റ്സ് ഒരു ഭാഗമാണ്, പ്ലാസ്മ ഒരു ഭാഗമാണ്. ഫോംഡ് എലമെൻറ്റ്സിൽ നമുക്ക് സെൽസ് ഉണ്ട്, RBCs, WBCs, പ്ലേറ്റ്ലെറ്റ്സ്. WBCs എടുത്തു കഴിഞ്ഞാൽ ഈ സെൽസിൽ ന്യൂട്രോഫിൽസ് കാണാം, ലിംഫോസൈറ്റ്സ്, ഇയോസിനോഫിൽസ്, ബേസോഫിൽസ്, മോണോസൈറ്റ്സ് ആർ ഡിഫറെൻറ്റ് സൈസ് സെൽസ് വിച്ച് ആർ പ്രസൻറ്റ് ഇൻ WBCs. ഇതെല്ലാം കൂടി പറയുന്നതാണ് ഈ ഫോംഡ് എലമെൻറ്റ്സ്. Coming to the other side, which is fluid, basically is plasma. Plasma is a straw colored fluid ആണ്. ഈ straw colored fluid 91% water ആണ്. Water constitutes 91% and the rest 9% solids. Solids ആണ്. ഈ solidsനെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ we take into account all these solids. Organic components 8%, inorganic components 1%. Organically 7% is plasma proteins, which include albumin, globulin, fibrinogen. 1% is non-nitrogenous substances like urea, uric acid, creatine, etc. goes on. അത് കൂടാതെ വരുന്ന other constituents cholesterol, glucose, enzymes, hormones, everything comes in this 1%. And your inorganic constituents, which includes sodium, potassium, calcium, copper, iron, എല്ലാ സാധനങ്ങളും sodium, potassium, copper, magnesium, calcium, all these things, everything constitutes this 1% of inorganic constituents. So that ends this first class on blood, and in the next class we'll be studying in detail about your plasma proteins. So until then, goodbye. We'll meet in the next class with plasma proteins. Goodbye.